നമസ്കാരം. ഇന്ന് എനിക്കൊരു ഫ്രണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഷെയർ ചെയ്ത് തന്നു കേട്ടോ. കടക്കെണിയിലാണ് മലയാളികൾ, നിക്ഷേപത്തിലും പിന്നിലാണ്. കേരളത്തിലെ 65% കുടുംബങ്ങളും സമ്പാദ്യമില്ല എന്നാണ് റിപ്പോർട്ട്. ഒരുപക്ഷെ ഈ പറയുന്ന കൊറോണയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ, അതിൽ കൊറോണ ആ ടൈമിലുണ്ടായ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ഇന്നും അതിനകത്ത് നിന്ന് കരകയറാൻ പറ്റാത്ത ആളുകളായിരിക്കും നമ്മളെല്ലാവരും അല്ലേ. അപ്പം അത്ര എന്താ കൊറോണയ്ക്ക് അത്രയും വലിയ പണി കിട്ടി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാനോ എല്ലാവരും സേഫാണ്, ഇങ്ങനെ പോയി ഇങ്ങനെ ലൈഫ് മെച്ചപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി വന്ന് പെടുന്നതും എല്ലാവരും ഫിനാൻഷ്യലായിട്ടും അല്ലാതെയും ഒക്കെ തകർന്നു പോയൊരു ടൈമാണ്. ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട സമയം കൂടിയാണ് ഈ പറയുന്ന കൊറോണ എന്ന് പറയുന്ന സമയം. അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച സംഭവങ്ങളാണ്. ചിലരൊക്കെ അതിൽ നിന്ന് കരകയറിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ അന്നുണ്ടാക്കിയ ആ കടം ഇപ്പോഴും തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഫിനാൻഷ്യലായിട്ട് സേവിങ്സ് ഒന്നും ഇന്ന് 65% മലയാളികൾക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൊറോണ ടൈമിന് ശേഷമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം പോലും ആളുകൾ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങിയത്. സമ്പാദിച്ച് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ആളുകൾ കൊറോണ ടൈമിലാണ് ഈ ആശുപത്രി കേസൊക്കെ അപ്രതീക്ഷിതം ഉണ്ടാക്കിയ നല്ല ചിലവും കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതിനുശേഷമാണ് ആളുകൾ കുറച്ചുകൂടി കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒരെടുത്ത് വെച്ചേക്കാം എന്നൊക്കെ തീരുമാനിച്ചാൽ. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ മാറ്റി വയ്ക്കാൻ കുറച്ച് പൈസ, അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര എമൗണ്ട് മാറ്റി വെക്കണം. ഒരു 40 വയസ്സ് താഴെയുള്ള ആൾക്കൊക്കെ ഫാമിലി ഫുള്ള് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 15 രൂപ എങ്കിലും മാറ്റി വെക്കണം. അങ്ങനെയാണ് തോന്നുന്നത്, ഏകദേശം കണക്ക് കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഒരുപക്ഷെ അതുപോലും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 15,000 രൂപ എടുക്കണമല്ലോ എന്ന് ചിന്തിച്ച് മാറ്റി വയ്ക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും പലരും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്നത്. കാരണം ഇതിന് കിട്ടുന്ന പൈസ മൊത്തം ലോൺ അടയ്ക്കാനും വീട്ടിൽ ചിലവുകൾക്കും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ വേറെ ക്യാഷൊന്നും ഉണ്ടാവാറില്ല മാസം. അതാണിപ്പോൾ പലരുടെയും അവസ്ഥ എന്ന് എനിക്കറിയാം. എൻ്റെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നേരത്തെ എടുക്കണമെന്ന് ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക്, ഹെൽത്ത് ഇൻഷുറൻസിൽ ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 14ഓളം അസുഖങ്ങൾക്കാണ്. അതായത് ഹെർണിയ, അതുപോലെ തിമിരം, വെരിക്കോസ് വെയിൻ പോലെയുള്ള ഗ്രാജ്വലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. ഇത്തരം അസുഖങ്ങൾക്ക് ഈ പറയുന്ന 14 തരം അസുഖങ്ങളുണ്ട്. ഇതിന് 2 കൊല്ലമാണ് വെയിറ്റിംഗ് പീരീഡ്. അത് ഏത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസായാൽ പോലും 2 കൊല്ലം ഇത്തരം അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇനി നമുക്ക് കുറച്ച് പ്രായോഗിക ആകുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ഈ 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ നല്ല പ്രായത്തിൽ ഏറ്റവും ചെറിയ പ്രീമിയം വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ്